ലക്ഷദ്വീപ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ലക്ഷദ്വീപുകാരല്ലാത്തവരുടെ മനസ്സിൽ പ്രകൃതി രമണീയതയുടെ ഒരു സ്വർഗീയ നാട് മനസ്സിൽ വരുന്നുണ്ടാവും. കണ്ണാടി പോലെ തെളിഞ്ഞ കടലും വെളുത്ത പഞ്ചാര മണലുമുള്ള കടൽ തീരങ്ങളും പച്ചപ്പ് നിറഞ്ഞ തെങ്ങിൻ കൂട്ടങ്ങളും മനസ്സിൽ ദൃശ്യങ്ങളായി തെളിയാത്തവർ ആരും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. കടലും തീരവും ബോട്ടും കപ്പലുകളും അടങ്ങുന്ന ഒരു അതിസാഹസിക പ്രയാണമാണ് ശരിക്കും ലക്ഷദ്വീപിലെ ജീവിതം അഥവാ ലക്ഷദ്വീപ് ലൈഫ്. തേങ്ങയും മീനും ഒഴികെ ജീവിച്ചു പോകാൻ ആവശ്യമായ മറ്റെല്ലാ സാധനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്. ചുറ്റും കടലായതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിൽ എപ്പോഴും ഫ്രഷായ മീൻ കിട്ടും എന്ന ധാരണ പലർക്കുമുണ്ട്. എന്നാൽ മീൻ കിട്ടാത്ത ഒരുപാട് സാഹചര്യങ്ങൾ നിലവിലുള്ള പ്രദേശവും കൂടിയാണ് ഈ പവിഴ ദ്വീപുകൾ. ഏകദേശം 2022 കാലം വരെ ഏത് കാലാവസ്ഥയിലും ഓടുന്ന 5 കപ്പലുകളും വേനൽക്കാലത്ത് മാത്രം ഓടുന്ന 2 കപ്പലുകളും ദ്വീപുകൾക്കിടയിൽ പകൽ സമയത്ത് മാത്രം ഓടുന്ന 8 ഫെറി വെസലുകളും അടക്കം 13 വെസലുകൾ സ്വന്തമായി ഉള്ള ലക്ഷദ്വീപിൽ ആഴ്ചയിൽ 2 കണക്ഷൻ വീതം എല്ലാ ദ്വീപുകളിലും കപ്പലെത്തുന്ന വളരെ വ്യവസ്ഥാപിതമായ ഒരു കപ്പൽ ഗതാഗത സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ അതേ ലക്ഷദ്വീപിൽ ഇന്ന് 5 കപ്പലുകൾക്ക് പകരം 1 കപ്പൽ മാത്രം ഓടുകയും ബാക്കി 4 കപ്പലുകൾ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. സമയബന്ധിതമായി കപ്പലുകൾ അറ്റകുറ്റപ്പണികൾ കഴിപ്പിക്കാത്തതിനാൽ ഇന്നത്തെ ലക്ഷദ്വീപ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. വിദ്യാഭ്യാസം, ചികിത്സ തുടങ്ങി എന്തിനും ഏതിനും തൊട്ടടുത്ത മലയാളക്കരയെ വളരെ അധികം ആശ്രയിക്കുന്ന സമൂഹമാണ് ലക്ഷദ്വീപുകാർ. ആരോഗ്യപരമായ അത്യാഹിതങ്ങളോ മറ്റോ സംഭവിച്ചാലോ, ഒരു വിദ്യാർത്ഥിക്ക് കേരളത്തിൽ വന്ന് ഒരു പരീക്ഷ എഴുതാനോ, ഇനി ഇത്തരം എന്ത് ആവശ്യങ്ങൾക്കും കേരളത്തിലെത്തിയവർക്ക് ആവശ്യം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിപ്പെടാനോ സുസ്ഥിരമായ ഒരു ഗതാഗത സംവിധാനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ലക്ഷദ്വീപ് കാണാനുള്ള മോഹവും മനസ്സിലേറ്റി മാസങ്ങളായി കാത്തു നടക്കുന്ന ഒരുപാട് മലയാളികളും മറ്റ് നാട്ടുകാരും അനേകമുണ്ട്. മുൻപ് ഏതൊരാൾക്കും സ്വന്തമായി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ സാധിച്ചിരുന്ന ലക്ഷദ്വീപിൽ ഇന്ന് ട്രാവൽസുകാരും ടിക്കറ്റ് ടെക്കികളും മാത്രം ടിക്കറ്റ് അടിക്കുന്ന പുരോഗമനം കൊണ്ട് ദ്വീപ് സമൂഹം ശ്വാസം മുട്ടുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായതും സുസ്ഥിരവുമായ പുരോഗമനമാണ് ലക്ഷദ്വീപിന് ആവശ്യം. കേവലം സമൂഹ മാധ്യമങ്ങളിൽ കോറൽ പാരഡൈസ് എന്ന് പാടിപ്പുകയറ്റിയാൽ മാത്രം പോരാത്തതും ഗുണത്തിലും ഫലത്തിലും പാരഡൈസ് ആവേണ്ട നാടാണ് ലക്ഷദ്വീപ്. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.